നല്ല അയിലമീൻ പൊരിച്ചത് കൂട്ടി ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അയില പൊരിച്ചതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഒരു പ്രത്യേക മസാല കൂട്ടി തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു അയില മീൻ പൊരിച്ചതിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചാലും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെ നല്ല ഹോട്ടൽ രുചി തയ്യാറാക്കി എടുത്തിട്ടുള്ള അയില പൊരിച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അയിലനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 അല്ലി ചുവന്നുള്ളി, അതേപോലെ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ കുരുമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പൊടികളൊക്കെ നിങ്ങളുടെ മീനിന്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതും കുറക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇട്ട് അരച്ചെടുക്കാം. ഇനി ഉപ്പും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂണ് വിനീഗറും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മീനിലേക്കെല്ലാം ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി ബാക്കിയുള്ള ഈ മസാല നമുക്കൊന്ന് മാറ്റിയും വെക്കണം കേട്ടോ. നമ്മൾ എല്ലാ ഭാഗത്തേക്കും മീനിലേക്ക് എല്ലാം തേച്ച് പിടിപ്പിച്ച് ബാക്കിയുള്ള മസാല നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് ചേർത്തെടുക്കാം. അപ്പൊ പ്രത്യേക ടേസ്റ്റിൽ ആണ്, നല്ല രുചിയാണ് ഇങ്ങനെ അയില പൊരിച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരു തവണ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. അപ്പൊ മീനിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഞാൻ മസാല തേച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് മീൻ പൊരിച്ചത് തയ്യാറാക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മീൻ പൊരിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ അയില മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അയില വലിയ അയില ആയതുകൊണ്ട് ഓരോ ഭാഗം മുരിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ സ്റ്റവ് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ഓരോ മീനും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡൊന്നും കരിയാതെ വേണം നമ്മൾ മീന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് മീനിന്റെ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമതും ഈ മീനിന്റെ മുകളിലേക്ക് കുറച്ചൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ നമ്മൾ ഒരു സൈഡ് ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാല ഒന്ന് ഒരിയുന്ന സമയത്ത് നമുക്ക് മീനിന്റെ മുകളിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെ മീന് പൊരിച്ച് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പൊ ഓരോ മീനിലേക്കും കുറച്ചായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കണം. സ്റ്റവ് ഒന്ന് സിമ്മിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാലേനൊക്കെ ഒന്ന് മുകളിലേക്ക് തേച്ച് കൊടുക്കാം. അതേപോലെ മീനിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ എല്ലാ മസാലകളൊക്കെ മുകളിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനിന്റെ ഒരു മറ്റേ സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെ ഇത് മാത്രം മതിയിട്ട് ഈ ഫിഷ് ഫ്രൈ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്. ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഫിഷ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മസാല ഫിഷ് ഫ്രൈ ആണ്. നമ്മുടെ ഹോട്ടലിലൊക്കെ അതേ ടേസ്റ്റിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളും മീനും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചതാണ് മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പൊ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ മീനിന്റെ ഓരോ ഭാഗങ്ങളും കൂടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ചോറിന്റെ കൂടെ ഈ ഒരു ഫിഷ് ഫ്രൈ മാത്രം മതി. അപ്പൊ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് എല്ലാവരും ഒന്ന് പറയാനും മറക്കരുത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടും അയില മീനും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട്
ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.